അനുരാഗ ഗാനം പോലെ പരമ്പര അവസാനിച്ചു. സുമിതയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നതും ഡെലിവറിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടെന്നും കുഞ്ഞിനെയോ അമ്മയെയോ ഒരാളെ മാത്രം രക്ഷിക്കാൻ പറ്റൂവെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം നിതീഷും മറ്റും അറിഞ്ഞ് സന്തോഷിക്കുന്നു. ആ സമയം അവിടേക്ക് പോലീസ് എത്തുന്നു. ഗിരിയുടെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദികൾ അനുരാധയും മറ്റും ആണെന്നതിൻ്റെ തെളിവുണ്ടെന്നും നിതീഷിനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നതെന്നും പോലീസ് പറയുന്നു. എന്നാൽ വക്കീൽ വന്നതിനു ശേഷം അറസ്റ്റ് നടത്തിയാൽ മതിയെന്ന് അമ്പിമാമൻ പറയുന്നു. പിന്നീട് സുമിത ആൺകുഞ്ഞിന് ജന്മം നൽകുന്നതാണ് കാണിക്കുന്നത്. ഇരുപക്ഷത്തു നിന്നുമുള്ള വക്കീലന്മാർ പല വാദപ്രതിവാദങ്ങളും ഉന്നയിക്കുന്നു. എന്നാൽ ഡയറി കത്തിപ്പോയെങ്കിലും അത് എഴുതിയ ഡോക്ടർ ഹാഷിം ഹുസൈൻ ദൃക്സാക്ഷിയായി ജീവനോടെ ഉണ്ടായിരുന്നു. ഡോക്ടർ ഹാഷിമിന് സംസാരിക്കാൻ കഴിയാത്തതിനാൽ അന്നത്തെ അസിസ്റ്റന്റ് നഴ്സ് എല്ലാം തുറന്നു പറയുന്നു. പിന്നീട് അനുരാധയെയും നിതീഷിനെയും അമ്പിമാമനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. നന്ദു പൊട്ടിക്കരയുകയാണപ്പോൾ. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗിരിയും അമ്മയും സുമിയും കുഞ്ഞും വീട്ടിലേക്ക് തിരികെ വരുന്നു. സുമിയോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് നന്ദിത സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. നിതീഷിനും അമ്മയ്ക്കും കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയതെന്നും നന്ദുവിന് ഈ ഗതി വരരുതായിരുന്നുവെന്നും സുമി സങ്കടത്തോടെ ഗിരിയോടും അമ്മയോടും പറയുന്നു. ഇത് സന്തോഷിക്കേണ്ട ദിവസമാണ്, ഗിരി പറയുന്നു. പിന്നീട് വലതുകാല് വച്ച് സുമി വീട്ടിലേക്ക് കയറുന്നു. ശേഷം അച്ചമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് കുഞ്ഞിനെ കാണിക്കുകയാണ് ഗിരി. എല്ലാവരും സങ്കടം സഹിക്കാനാകാതെ കരയുന്നു. പിന്നീട് നന്ദിതയുടെ കോപം ഗിരിയുടെയും സുമിയുടെയും സന്തോഷത്തിന് മുന്നിൽ കരിനിഴലാവാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പരമ്പര അവസാനിക്കുന്നു.